എന്റെ വ്യക്തിപരമായ താല്പര്യം കൃഷി എടുക്കണമെന്നുള്ളതാണ്. ബാക്കിയൊക്കെ പാർട്ടി തീരുമാനിച്ചു. IT അതൊക്കെ പ്രായോഗികമായിട്ട് നോക്കണം. അല്ല, ഞാൻ ടെക്നോക്രാറ്റ് ആയതുകൊണ്ട് IT എടുക്കണമെന്നില്ല. പാർട്ടിയാണല്ലേ തീരുമാനിക്കുന്നത് ആര് മന്ത്രിയാണെന്നുള്ളത്. അത് പാർട്ടി നേതൃത്വം തീർച്ചയായിട്ടും UDF-ഉമായിട്ട് ബന്ധപ്പെടും. കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ച ചെയ്ത ഏക പാർട്ടി കോൺഗ്രസ് പാർട്ടി. 2 സീറ്റ് നമ്മൾ വിട്ടുകൊടുത്തു, 1 സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. വിട്ടുകൊടുത്ത 2 സീറ്റും എക്സ്ചേഞ്ച് ചെയ്ത തൃക്കരിപ്പൂരും നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ സ്ഥാനാർത്ഥിയോടെ ഇരിപ്പുണ്ട്. തൃക്കരിപ്പൂരും 3 സീറ്റും ജയിച്ചു. അപ്പം തത്വത്തിലെ 10 സീറ്റ് ഉണ്ട് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് 2 സീറ്റ് ഈ തൽക്കാലത്തേക്ക് മാറിക്കും എന്താ പറയുന്നത് വിട്ടു കൊടുക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവും UDF നേതൃത്വം പാർട്ടി നേതൃത്വം പറഞ്ഞത്. ആ ഒരു പശ്ചാത്തലത്തില് തീർച്ചയായിട്ടും ആ ഒരു പരിഗണന ഉണ്ടാവും എന്നുള്ളതാണ് പാർട്ടിയുടെ പ്രതീക്ഷ. ക്ലെയിം ഒന്നുമില്ല. ഇത് UDF ഒരു സൗഹൃദം നിലനിൽക്കുന്ന മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമല്ലേ. എല്ലാവരും അങ്ങോട്ടും അറിയാവുന്ന നേതാക്കന്മാരാണ്, പരസ്പര ബഹുമാനമുള്ള നേതാക്കന്മാരാണ്. ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന ഉണ്ടാവുമെന്ന് UDF നേതൃത്വം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 87.5% സ്ട്രൈക്ക് റേറ്റ്. 8-7 എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തില് ഇത്രയും സ്ട്രൈക്ക് റേറ്റ് വന്നിട്ടില്ല. അതൊക്കെ ആഗ്രഹം നമുക്ക് 2-10 വരെ ആഗ്രഹിക്കല്ലോ. പക്ഷേ അതൊക്കെ നമ്മുടെ UDF നേതൃത്വം ഉചിതമായ തീരുമാനം എടുത്തു. അല്ല, ഇപ്പൊ വരുന്ന വാർത്തകൾ അനുസരിച്ച് കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനം എന്നുള്ളതാണ്. അല്ല, വാർത്തകൾ നിങ്ങൾ ഉണ്ടാക്കണം. മുന്നണി യോഗം ചേർന്നിട്ടില്ല ഇതുവരെ. അത് അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണോ? അല്ലെന്നേ, അതൊന്നും ഞാൻ പറയേണ്ട ഉത്തരവല്ല. എന്നോട് ചോദിച്ചു, അതൊക്കെ പാർട്ടി നേതൃത്വം പറയേണ്ട അതിന്റെ റെസ്പോൺസ് ആണ്. പക്ഷെ ഞാൻ പറയുകയാണ്, ഇത് ഈ മുന്നണിയിലെ ഇപ്പോഴുള്ള സ്ഥിതി നിങ്ങൾ കണ്ടുക. ഈ ഒരു വിജയം ഉണ്ടാകാൻ തന്നെ കാരണം ഈ മുന്നണി മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് ഐക്യജനാധിപത്യ മുന്നണി ഈ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ ഉജ്ജ്വല വിജയം. ആ ഒരു സൗഹൃദ സംവിധാനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശത്രുതകളായിട്ട് കാണുന്ന പാർട്ടി, ഇതെല്ലാം സുഹൃത്ത് ബന്ധങ്ങളുള്ള എല്ലാവരും അങ്ങോട്ടും ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ടുള്ള നേതാക്കന്മാര് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ആ ഒരു സംവിധാനത്തില് തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകി ഒരു സൗഹൃദ ഒരു സാഹോദര്യ ഒരു സ്ഥിതി നിലനിർത്തി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. മുന്നണി സംവിധാനത്തിന് തീർച്ചയായിട്ടും എല്ലാ കാലഘട്ടങ്ങളിലും വിട്ടുവീഴ്ചകൾ ആവശ്യമുണ്ട്. അത് വിട്ടുവീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. കഴിഞ്ഞ വർഷം ഒന്ന് തുടങ്ങാനൊരു ആലോചന നടത്തിയാണ്. 1-2 തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം മാറ്റിവെച്ചതാണ്. ഈ വർഷം തീർച്ചയായിട്ടും കാർഷിക മേള പുനരാരംഭിക്കുവാനുള്ള ശ്രമം നടത്തും. അത് PJ ജോസഫ് എന്ന വ്യക്തിയുടെ ഒരു സ്വപ്നമാണ് ഈ കാർഷിക മേള എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും പക്ഷേ ഈ വർഷം അതിനെക്കുറിച്ച് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ വർഷം നമുക്ക് കാർഷിക മേള പുനരാരംഭിക്കണം. കാരണം തൊടുപുഴ അറിയപ്പെടുന്നത് എന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് തൊടുപുഴ കാർഷിക മേള വഴിയാണ്. അത് പുനരാരംഭിക്കുവാനുള്ള ശ്രമം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു കർഷക നിലപാട് ഉയർത്തിക്കൊണ്ടിരുന്നു അങ്ങനെ പറയുന്ന പാർട്ടികളാണ്. അപ്പൊ ഒരിടത്ത് നിങ്ങൾ ജയിക്കുന്നു, മറ്റവര് പൂർണ്ണമായിട്ടും താഴ്ന്നു പോകുന്നു. അപ്പൊ അതിലെന്താണ് അത് തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യ. നമ്മുടെ കേരളത്തിന്റെ ഒരു ഹെൽത്തി രാഷ്ട്രീയ സ്ഥിതി നിലനിന്ന് പോകണമെങ്കിൽ എല്ലാ കക്ഷികൾക്കും നിലനിൽപ്പ് വേണം. അല്ലെങ്കിൽ ഏക കക്ഷി ഭരണത്തിലേക്ക് പോകും. ഈവൻ CPM-ന്റെ തകർച്ച എന്ന് പറയുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ കേരളത്തിന് ദോഷം. കാരണം CPM-ഉം കോൺഗ്രസും പരസ്പരം മത്സരിച്ച് ആ ഒരു മത്സര ബുദ്ധിയോടെ മത്സരിക്കുമ്പോഴാണ് ഒരു ഹെൽത്തി ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ഇവിടെ ഉണ്ടാകുന്നത്. ആ പാർട്ടി തീർന്നു പോയാൽ ഇവിടെ മറ്റ് പല സെക്യുലറിസം കേരളത്തിൽ നഷ്ടപ്പെടും. ആ ഒരിക്കലും നശിച്ചു പോകേണ്ട പാർട്ടിയല്ല CPM എന്ന് പറയുന്നത്. അവർ തിരിച്ചു വരണം. എന്നാലേ ഒരു ആരോഗ്യപരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ വേണമെങ്കിൽ തുല്യശക്തികളായ പാർട്ടികൾ പരസ്പരം മത്സരിക്കണം. കേരള കോൺഗ്രസ് എന്നും തിരിച്ചു വരും. അവരൊന്നും ഇങ്ങനെ നശിച്ചു പോകണ്ട. മാണിസാറിന്റെ പാർട്ടിയാണ്. മാണിസാറിന്റെ പാർട്ടിക്ക് ഇപ്പോൾ അസംബ്ലിയിൽ
ഒരാളില്ല എന്ന് പറയുന്നത് സങ്കടകരമായ കാര്യമാണ്. കാരണം കർഷകരുടെ ശബ്ദം എന്തൊക്കെയാണ് മണിസാറിന്റെ കാലത്തെങ്കിലും പറഞ്ഞിരുന്നൊരു പാർട്ടിയാണ്. ഇപ്പം ഇപ്രാവശ്യം കയറിയിട്ട് കർഷകരോട് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ടാണ് അവർ 12 പേര് തോറ്റുപോയത്. പക്ഷെ ആ പാർട്ടിയും തിരിച്ചു വരണം. കാരണം അത് കേരളത്തിന്റെ നിലനിൽപ്പിനും നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കും അനിവാര്യതയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. CPM തിരിച്ചു വരണം, കേരള മുസ്ലിമും തിരിച്ചു വരണം. ഉണ്ടല്ലോ അവരെ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യും. സഹോദരന്മാരാണ് ഇപ്പൊ തെറ്റുകളൊന്നും ഏറ്റുപറയൊന്നും വേണ്ട. ഒരു ഷെയ്ക്കാൻഡ് കൊടുത്താൽ ഇപ്പുറം ഈ ഒരു ടേബിളിന്റെ അപ്പുറം ഇപ്പുറം ഇരുന്നാൽ തീരുന്ന വിഷയങ്ങളൊക്കെ ഈ സംവിധാനത്തിലുള്ളൂ. വന്നാൽ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യും. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സംവിധാനം തന്നെയാണ്. എല്ലാവർക്കും ഒരേ ആശയങ്ങളാണ്. ചിലര് വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞു. നമ്മള് ഈ മുടിയനായപുത്രന്റെ കഥ കേട്ടിട്ടില്ലേ? തിരിച്ചു വരുമ്പോൾ ആടിനെ കൊന്ന് സദ്യ ഒരുക്കി സ്വീകരിക്കും. EDC ഇവിടെ എവിടെയില്ല. വർഷങ്ങളായിട്ടത് പ്രഖ്യാപനത്തിൽ മാത്രമേ 4 കേന്ദ്രങ്ങൾ വരുമ്പോൾ ഇന്റഗ്രേറ്റ് 1 കേന്ദ്രമാണെന്ന് പറഞ്ഞു. ഇടുക്കിയിൽ സ്ഥലം കണ്ടെത്തി, നടന്നില്ല. തൊടുപുഴയാണ് ഏറ്റവും കൂടുതൽ തെരുവുനായ ഉണ്ടായിരുന്നത്. അതിനെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? തെരുവുനാശല്യത്തിന് തീർച്ചയായിട്ടും അത് വളരെ ഏറെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. പരിഹാരം കാണാൻ ഇല്ലാത്ത ഒരു വിഷയമല്ല തെരുവുനായ ശല്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് അതിന്റെ ബന്ധപ്പെട്ട വകുപ്പില് അതിന്റെ ഒരു ഭരണകൂടം ഇവിടെ നിലവിൽ വരുമ്പോൾ അത് എനിക്ക് പ്രതിപക്ഷ നേതാവും അത് പല ഘട്ടത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഒരു സർക്കാർ നിലവിൽ വരുമ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അത് സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും അതിനുള്ള പ്രശ്നപരിഹാര മാർഗങ്ങൾ ആരായിട്ടിരിക്കുന്നു.